കാലത്തിന്റെ സങ്കീർണതകളും ജീവിതത്തിന്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി ഒരു തലമുറയെ സ്വാധീനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് വിട. പകരം വയ്ക്കാനില്ലാത്ത അതുല്യ പ്രതിഭയാണ് മലയാളത്തിന് നഷ്ടമായത്. MT എന്ന രണ്ടക്ഷരം ഒരു കടലാണ്. മലയാള സാഹിത്യലോകത്ത് ഒരുപാട് തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയ കടൽ. മൗനം വാചാലമാക്കി മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ച പ്രതിഭ. ചെറുകഥകളിലൂടെ, നോവലുകളിലൂടെ, തിരക്കഥകളിലൂടെയൊക്കെ വള്ളുവനാടൻ മിത്തുകളും ശൈലികളും വായനക്കാർക്ക് കടം തന്ന കഥാകാരൻ. സാഹിത്യലോകത്ത് വീശിയടിച്ച പാലക്കാടൻ കാറ്റായിരുന്നു ഓരോ MT കഥകളും. കരിമ്പനകളെപ്പോലും കടപുഴകിയെറിയാൻ ശേഷിയുള്ള കാറ്റ്. ഓരോ MT കഥയും ഒരു ചരിത്രമാണ്. യാഥാസ്ഥിതിക നായർ തറവാടും മരുമക്കത്തായവും ജന്മിത്വത്തിന്റെ അവസാനവുമെല്ലാം പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയെപ്പറ്റിയുള്ള ചരിത്രം. MT കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് തന്റെ കുടുംബത്തിൽ നിന്നാണ്. കുട്ടിയേടത്തെയും ഭ്രാന്തൻ വേലായുധനും ലീലയും എല്ലാം ഒരു ചെറുനൊമ്പരമായി ഹൃദയത്തിലെ ആഴങ്ങളിലെങ്ങോ കിടപ്പുണ്ട്. ആത്മകഥാംശമുണ്ട്. ഓരോ MT കഥകളിലും ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങളിലുമുണ്ടായ വിള്ളലുകളും പ്രണയത്തിന്റെ ഭൂതകാലവും വായിച്ചെടുക്കാം. താൻ ജീവിക്കുന്ന കാലത്തിന്റെ ആകാംക്ഷകളെയും ആവശ്യങ്ങളെയും പ്രതീക്ഷകളെയും സാഹിത്യത്തിലായാലും സിനിമയിലായാലും വരച്ചിട്ട എഴുത്തുകാരൻ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് MT ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം സ്നേഹത്തിന്റെ നീരുറവ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണെന്ന് അദ്ദേഹവുമായി അത്രമേൽ അടുപ്പമുള്ള ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നു. അപൂർവമായി മാത്രം ചിരിക്കുന്ന ആളാണ് MT എന്നത് സാഹിത്യലോകത്ത് പരസ്യമായ രഹസ്യമാണെങ്കിലും തന്റെ സാഹിത്യ സൃഷ്ടികളിലൂടെ MT തമാശകൾക്കുമുണ്ട് ഒരു ക്ലാസിക് ശൈലി. ആളുകളെ കുടുകുടെ ചിരിപ്പിക്കുന്ന ഹാസ്യമല്ലത്. നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പ് പോലെയാണവ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന എന്ന ചൊല്ല് MTക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യ സിനിമയ്ക്ക് സ്വർണപ്പതക്കം തുടങ്ങി നേട്ടങ്ങളുടെ വലിയ നിരയുണ്ട് MT എന്ന എഴുത്തുകാരന്റെ മാറ്റുകൂട്ടാൻ. MTയുടെ മൗനം വാചാലമാകുന്നത് തൂലികയിലൂടെയാണ്. വാക്കുകളുടെ ഒഴുക്ക്, ലാളിത്യം, ഭാഷയുടെ സൗന്ദര്യം, ഇതാണ് ഓരോ MT കഥകളുടെയും മുഖമുദ്ര. അതുകൊണ്ടാണ് എത്ര തലമുറകൾ വായിച്ചിട്ടും MT എന്ന നോവലിസ്റ്റിനെ മടുക്കാത്തത്. 1977 ഒരു നവംബർ മാസത്തിൽ മരണം തന്റെ സമീപത്തെത്തി പിന്മാറിയെന്നും അതിനുശേഷം എഴുതി പൂർത്തിയാക്കിയ നോവലാണ് രണ്ടാമൂഴമെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിലെ രണ്ടാമൂഴത്തിൽ സർഗാത്മകതയുടെ ഈറ്റുനോവേറെ അനുഭവിച്ചെഴുതിയ കൃതിയായതിനാലാവും നോവലുകളിൽ തന്നെ വായിക്കപ്പെടേണ്ട ഒന്നായി രണ്ടാമൂഴം മാറിയതും. ചെറുകഥകളിലൂടെ വളർന്ന് പന്തലിച്ച് നോവൽ എന്ന ക്യാൻവാസും കടന്ന് വെള്ളിത്തിരയിലെ തിരക്കഥകളിൽ കയ്യൊപ്പു ചാർത്തി MT മടങ്ങുമ്പോൾ എഴുതാൻ ഇനിയും എന്തൊക്കെയോ അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടാകില്ലേ. ന്യൂസ് ഡെസ്ക് CCTV.